ഭാഗം 27. ഒരു ദിവസം ഞാൻ ആടുകളെ നടക്കാൻ വിട്ടിട്ട് ഒരു മൺകൂനയ്ക്ക് മുകളിലിരിക്കുകയാണ്. അങ്ങ് ദൂരെ ഹക്കീം ആടുകളെയും കൊണ്ട് നടക്കുന്നത് കാണാം. അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി കുറച്ചു നേരം വർത്തമാനം പറഞ്ഞാലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായതാണ്. പക്ഷേ അർബാബ് ബൈനോക്കോളറിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരീക്ഷണം ഇത്തിരി കൂടുതലാണ്. യാതൊരു കാരണവശാലും ഹക്കീമിൻ്റെ അടുത്ത് പോവുകയോ അവനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് എനിക്ക് കർശന നിർദ്ദേശം തന്നതേയുള്ളൂ. ഞങ്ങൾ തമ്മിൽ സ്ഥിരമായി കണ്ടുമുട്ടുന്നത് രക്ഷപ്പെടാനുള്ള ചിന്തകൾ ഞങ്ങളിൽ ഉദിപ്പിച്ചേക്കുമോ എന്ന ഭീതി കൊണ്ടാവണം അർബാബ് ഞങ്ങളെ എപ്പോഴും വിലക്കുന്നത്. പക്ഷേ അർബാബ് പറയുന്നത് മറ്റൊന്നാണ്. അപ്പുറത്തെ മസ്രയിൽ പല രോഗാണുക്കളും കാണാം. അവരുമായി സമ്പർക്കം പുലർത്തിയാൽ അത് നമ്മുടെ മസ്രയിലേക്ക് വരികയും നമ്മുടെ ആടുകൾക്ക് ആ രോഗം വരികയും ചെയ്യും. എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരിക. പരിശുദ്ധിയുടെ കൂടാരം പോലെ എൻ്റെ ഒരു മസ്ര. ഞാൻ എൻ്റെ ആഗ്രഹം മനസ്സിലടക്കി. ഞാൻ എങ്ങനെയും അടിയും ശകാരവും കൊള്ളാം. പക്ഷേ എന്തിന് ആ പാവത്തിനെ കൂടി ഞാൻ തല്ലുകൊള്ളിക്കുന്നു? ഹക്കീമിനെ ദൂരെ കണ്ടതുകൊണ്ടാവാം പെട്ടെന്ന് നാടിൻ്റെ ഓർമ്മ എന്നിൽ ഉണർന്നു. എൻ്റെ മസ്ര ജീവിതത്തിനിടയിൽ ഏറ്റവും അപൂർവമായി സംഭവിക്കുന്ന ഒന്ന്. എൻ്റെ എല്ലാ മോഹങ്ങളും എൻ്റെ ഉള്ളിൽ ഒന്നിച്ച് എഴുന്നേറ്റ് വന്നു. എൻ്റെ സൈനു, എൻ്റെ ഉമ്മ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ വീട്, എൻ്റെ വെള്ളം, എൻ്റെ വള്ളം. പ്രവാസികളുടെ ഗ്രഹാതുരത്വത്തെപ്പറ്റി എത്രയോ പറഞ്ഞു കേട്ടിരിക്കുന്നു. പക്ഷേ അത്രയും കഠിനമായ അവസ്ഥകളിൽ പോലും ഞാൻ എൻ്റെ നഷ്ടസ്വപ്നങ്ങളെ ഓർത്ത് നൊമ്പരപ്പെടാറില്ലായിരുന്നു എന്നതാണ് പിന്നെ എന്നെപ്പോലും അതിശയിപ്പിച്ച ഒന്ന്. കൺമുന്നിൽ ഒരു മങ്ങിപ്പോകലിൻ്റെ സാധ്യത തുറന്നു കിടക്കുന്നവർക്കാണ് ആ വിചാരം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ നരകത്തിൽ നിന്നും എന്നെങ്കിലും രക്ഷപ്പെടണം എന്നൊരു വിചാരമേ ഉണ്ടായിരുന്നില്ല. ചെന്നുപോയി, പെട്ടുപോയി. ഇനി ഈ ജീവിതം ഇവിടെ തന്നെ. മരിച്ചവർ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാറില്ലല്ലോ. എങ്കിലും പ്രത്യാശ അതിൻ്റെ സർവ്വകരുത്തും പ്രദർശിപ്പിക്കുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഞാനും ഇവിടുന്ന് രക്ഷപ്പെടുമായിരിക്കും എന്നൊരു മോഹത്തിൻ്റെ നാമ്പ് എന്നിൽ മുളപൊട്ടു. കരുണാമയനായ അല്ലാഹുവേ, നീ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ കാട്ടുന്നു. തെരുവിൽ തെണ്ടി നടക്കുന്ന ഒരുവൻ ലോട്ടറി അടിച്ച് ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനാകുന്നു. മാറാ രോഗമുണ്ടായിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ബസ്സിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞതെന്ന് വിചാരിച്ചവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ എഴുന്നേറ്റ് വരുന്നു. വിമാനം തകർന്ന് നൂറുകണക്കിന് ആളുകൾ ചാവുമ്പോൾ അതിലൊരുത്തൻ മാത്രം രക്ഷപ്പെടുന്നു. കപ്പൽ അപകടത്തിൽപ്പെട്ടവൻ വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ കരയ്ക്കടുക്കുന്നു. ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരുവൻ ഒരു മാസത്തിനു ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുന്നു. സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവാത്ത എത്രയോ കാര്യങ്ങൾ. അങ്ങനെയൊന്ന് എൻ്റെ ജീവിതത്തിൽ നീ സംഭവിപ്പിക്കില്ലേ? നീ ഒന്ന് മനസ്സ് വയ്ക്കുകയേ വേണ്ടൂ. ഒരു കച്ചി വണ്ടിക്കാരൻ എനിക്കായി അവൻ്റെ വണ്ടി നിർത്തിത്തരും. വെള്ളം വണ്ടിക്കാരൻ എന്നെ ഇവിടുന്ന് കടത്തി എവിടെയെങ്കിലും സുരക്ഷിത സ്ഥലത്തെത്തിക്കും. എന്തിന്? അർബാബിന് തന്നെ കനിവ് തോന്നി എന്നെ തിരിച്ചു കൊണ്ടുവിടും. വേണ്ടത് നിൻ്റെ മനസ്സ്, നിൻ്റെ കാരുണ്യം മാത്രം. എന്നെ തിരിച്ചു കൊണ്ടുവിടും. ഞാൻ ആകാശത്തിലേക്ക് നോക്കി. സൂചനകളുടെ യാതൊരു തെളിവുകളും തരാതെ അവിടെ വന്ധ്യവും വിളറിയതുമായ മേഘക്കീറുകൾ അനാഥമായി ഒഴുകി നടക്കുക മാത്രം ചെയ്തു. അപ്പോഴാണ് എൻ്റെ 2 മുട്ടന്മാർ തമ്മിൽ കൊമ്പ് കോർക്കുന്നത് ഞാൻ കാണുന്നത്. മറ്റുള്ള ജന്തുക്കളെ ആക്രമിക്കുന്നതിൻ്റെ ഇരട്ടി ഗൗരവമാണ് അവറ്റകൾ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ. തമ്മിലിടിച്ച് തല പൊട്ടിച്ച് ചോര കണ്ടേ പിന്നെ അവ അടങ്ങും. അത്രയ്ക്ക് കലിയാണ് ഒരാണിന് മറ്റൊരാണിനോടുള്ള കലി. ഞാൻ അവയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് തല്ലി മാറ്റും. ഒരെണ്ണം ദേഷ്യം ചീറ്റി നടന്നു പോയി. മറ്റവൻ എനിക്ക് നേരെ തിരിഞ്ഞും മൂക്ക് വിടർത്തി, കണ്ണു കൂർപ്പിച്ചു, ആവി ഊതി. ദേഷ്യം മുഴുവൻ കൊമ്പിലേക്ക് ആവാഹിച്ചു. ഞാൻ നിന്നിടത്തു നിന്ന് അനങ്ങിയില്ല. അവൻ ചാടി വന്നപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ചാടി മാറി. അത് ഞാൻ നിരവധി ദിവസത്തെ അനുഭവം കൊണ്ട് പഠിച്ചതാണ്. ആടുകൾ ഒറ്റയടിക്ക് ചാടി ഇടിക്കാൻ വരില്ല. അല്പം നിന്ന് കുത്താനുള്ള ഉന്നം പിടിക്കും. പിന്നെയാണ് ചാടി വരിക. അതുവരെ നമ്മളും അവിടെ തന്നെ നിൽക്കുക. അത് ഉന്നം പിടിക്കട്ടെ. അത് ചാടിക്കഴിഞ്ഞാൽ നമ്മളും ചാടുക. പിന്നെ അതിന് ഉന്നം മാറ്റാനാവില്ല. അത്രയേ ഉള്ളൂ മുട്ടൻ്റെ ഇടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. ഉന്നം പിടിച്ചുപോയ മുട്ടൻ തൊട്ടപ്പുറത്തേക്ക് മാറി മൂക്കുകുത്തി. ആ വീഴ്ചയുടെ കൂടെ പുറത്ത് 4 അടി കൂടി പൊട്ടിയപ്പോൾ അതിൻ്റെ ഉഷിര് കുറച്ചൊന്നടങ്ങി. വല്ല വിധത്തിൽ ചാടിപ്പിണഞ്ഞെഴുന്നേറ്റ് അത് മറ്റൊരു വഴിക്ക് പോയി. ആട് വീണെടുത്ത് കുറച്ച് മണ്ണ് മാറിയിരുന്നു. ഞാൻ യാദൃശ്യമായി അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ എന്തോ ഒന്ന് ഉള്ളതുപോലെ. അവിടെ അടുത്തിടെ എങ്ങോ മണ്ണിളകിയതിൻ്റെ ഒരു ലക്ഷണവും. ഞാൻ മനസ്സിൽ കത്തിവന്ന ഒരാന്തലോടെ അവിടേക്ക് ചെന്നു. ആ കാഴ്ച എന്നെ ഞെട്ടിച്ചു. ഞാൻ അർബാബിൻ്റെ വശത്തേക്ക് നോക്കി. അയാൾ ബൈനോക്കോളറിൽ നിന്നും കണ്ണെടുത്ത് വിശ്രമിക്കുകയായിരുന്നു. ഇനി ഇത്തിരി നേരമെടുക്കും അടുത്ത ചുറ്റ് നോട്ടത്തിലേക്ക് വരാൻ.
ഞാൻ അവിടെ ഇരുന്ന് പതിയെ മണ്ണ് മാന്താൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ പതഞ്ഞു വന്ന സംശയം തീർത്തും ശരിയായിരുന്നു. അതുകണ്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അത് ഒരു മനുഷ്യൻ്റെ കൈപ്പത്തിയായിരുന്നു. അഴുകി ജീർണിച്ച് എല്ലുകൾ മാത്രമായി കഴിഞ്ഞ ഒരു കൈപ്പത്തി. കടുത്ത പേടിയോടെയും എന്നാൽ അടങ്ങാനാവാത്ത ആകാംക്ഷയോടെയും ഞാൻ ബാക്കി മണ്ണുകൂടി മാറ്റാൻ ആരംഭിച്ചു. മണ്ണിൻ്റെ ഒരു പാളി മാറിയതേയുള്ളൂ. ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥികൂടം എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു. ഞാൻ പുറകോട്ട് നീങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഒന്ന് തടഞ്ഞു. അഴുകി ദ്രവിക്കാത്ത ഒരു തോൽ ബെൽറ്റായിരുന്നു അത്. എവിടെയോ എനിക്ക് ഒരു പരിചയം മണത്തു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു വെള്ളടി വെട്ടി. ഞാൻ അവിടെ എത്തി. 3-ാം രാത്രി മസ്രയിൽ നിന്ന് മൂടിപ്പോയ ആ ഭീകരരൂപയുടെ അരയിലുണ്ടായിരുന്ന ബെൽറ്റായിരുന്നു അത്. ആടുകളെ അവിടെ ഉപേക്ഷിച്ച് ഞാൻ മസ്രയിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ചെന്ന് ഞാൻ അർബാബിൻ്റെ കാൽക്കിലേക്ക് വീണു. എനിക്കെവിടെയും പോകണ്ട, എനിക്കെങ്ങോട്ടും രക്ഷപ്പെടണ്ട, എന്നെ കൊല്ലാതിരുന്നാൽ മാത്രം മതി. എനിക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കണം. എനിക്ക് ചാവാൻ പേടിയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. അർബാബ് പകച്ചുപോയി. ആ കരച്ചിലിൻ്റെ കാരണം അർബാബിന് മനസ്സിലായതേയില്ല.